ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി മീനാണ് കിട്ടിയാണ് കേട്ടോ. നമ്മൾ ഇവിടേക്ക് അറക്ക അയിക്കൂറ എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂർ അറക്ക എന്നാണ് പറയുക കേട്ടോ. കാണിച്ചു തരാം. ഇത് വറക്കാനായിട്ടേ ഇങ്ങനെ വാങ്ങിയതാ. എൻ്റെ കയ്യിനേക്കാളും വലിയ പീസാണ്. ഇത് കാണുമ്പോൾ ഇപ്പം തന്നെ കടിച്ചതിനാന്ന് തോന്നുന്നു. നല്ല മണം, മീനിൻ്റെ ഫ്രഷ് മണം. എല്ലാവരും നിങ്ങൾക്കറിയില്ലേ ഈ മീൻ അരയ്ക്ക? എന്നാണ്ട മുറിച്ച് വാങ്ങിയത് ഇത്, ഇതാണ് മുറിച്ച് വാങ്ങിയത്. ക്യാമറ ശരിയില്ല, അത് കാരണം കാണാനില്ല തോന്നുന്നു. കാണാണ്ട അരയ്ക്ക. അപ്പം ഇത് വെക്കണ വീഡിയോ ആണ് എടുക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് അതുമാതിരി ചെയ്ത് വെക്കുക ആർക്കെ കിട്ടുമ്പോൾ. ഞങ്ങളുടെ അവിടെ കണ്ണൂർ സൈഡിലൊക്കെ ചേട്ടൻ്റെ അവിടെയൊക്കെ ഇതിനെ ഐക്കൂറ എന്നാണ് പറയുക. ഞങ്ങൾ തൃശ്ശൂർക്കാർ അറയ്ക്കാന്നാട്ടോ പറയുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം കേട്ടോ. ആദ്യം നമുക്കിത് നല്ല ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല കഴുകിയെടുക്കാം. അതിൻ്റെ ഉളുമ്പ് മണക്കെ പോവാനേ. അപ്പോൾ അത് ഉളുമ്പ് പോവാനായിട്ട് നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. നല്ല കഴുകിയിട്ട് നമുക്ക് വരാം. നല്ല മീനാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല വൃത്തിയുള്ളത് തന്നെയല്ലേ, എന്നാലും നമുക്ക് അതിലൊരു കൊഴുപ്പുണ്ടാവും മീനിൽ. അപ്പോൾ അത് പോവാനായിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് കഴുകിയാൽ മതി. നല്ല നീറ്റാവും. നമുക്കത് കഴുകാം. മോട്ടർ ഇട്ടിട്ട് വരാട്ടോ. നമുക്കിപ്പോഴേ ഈ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീൻ കുറച്ചധികം വറുക്കണം. ഇവിടെ മോൻ കറിയൊന്നും കൂട്ടില്ല, അപ്പോൾ അവന് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് അരപ്പിലേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് അതിലിട്ടിട്ട് ലെമൺ ഉണ്ടെങ്കിൽ പിഴിയാം. ലെമൺ എനിക്ക് കാണാനില്ല. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് അരയ്ക്കാട്ടോ. ഞാനത് അരച്ചിട്ട് വരാട്ടോ. ഇത് നമുക്ക് ഇത് അരച്ചതിലെത്താ പെരട്ടി വരിക.
കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് ഇതാവട്ടെ. കുറച്ച് കഷ്ണം കൂടി എടുത്ത് വയ്ക്കണം വറുക്കാൻ. അവൻ കറി വെച്ചത് തിന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വറുക്കാനായിട്ട് എടുക്കാം. നല്ല മീനാവും തിക്ക് കഴിക്കുള്ളൂ. ഇത്തിരി മോശമായി അവൻ കഴിക്കൊന്നുമില്ല. അവന് ചന്തം പിടിക്കണം. ഇത് നല്ല മീനാണ്, അവൻ കഴിക്കും. കല്യാണത്തിനോട് ഞങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത മീനും ചിക്കനും ഒന്നും കിട്ടിയില്ല. ആദ്യം വന്നവർക്ക് ഞങ്ങൾ ഏറ്റവും അവസാനമല്ല കഴിച്ചത്. ഞങ്ങൾ ഗ്രിൽ ചിക്കനൊക്കെ കഴിക്കണമെന്ന് ആശിച്ചിട്ട് വന്നതാണ്. ഒന്നും ഗ്രിൽ ചിക്കനും ഗ്രിൽ ഫിഷും ഉണ്ടായില്ല. എനിക്ക് ഫിഷ് മാത്രം കഴിക്കണം ആഗ്രഹമുണ്ട്. മതി. 1.5 കിലോയിൽ പകുതി വറുക്കാൻ വെച്ചു. അവന് വറുത്താലേ ഇഷ്ടമുള്ളേ. എന്താ ചെയ്യാ, കറി വെച്ച അവന് ഇഷ്ടമല്ല. ബാക്കി കറിക്ക് ഇപ്പോൾ നല്ല മീൻ നല്ല അവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ മൂടിയിട്ട്. നമുക്ക് മീൻ കറി വെച്ചിട്ടേ ബാക്കി അതിൻ്റെ കാര്യം നോക്കാം. കറി വയ്ക്കാനായിട്ട് ബാക്കിയുള്ള മീൻ കാണാനേ, മീൻ കാണാണ്ട ഇതൊക്കെ അതിട്ടിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞില്ല കേട്ടോ, മാങ്ങയാണ് പിഴിയണത്. തേങ്ങാപ്പാലിലാണ് വയ്ക്കുക. മാങ്ങ ഇട്ടു. പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ചതച്ചത്, കൊച്ചുള്ളില്ലേ ചതച്ചത്, കറിവേപ്പില, ഇത് 4. കുറച്ച് മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി ഇട്ട് വയ്ക്കണം. കഴിഞ്ഞു. 2 സ്പൂണ് മുളക് പൊടി ഇട്ടു. കുറച്ച് ഉപ്പ്. നല്ല മീനാണ്, ഉടയൊന്നുമില്ല, പേടിക്കണ്ട. എന്നാലും അതിൻ്റെ അതെല്ലാം ആ സത്തൊക്കെ ഇറങ്ങുള്ളൂ ഉള്ളിലേക്ക്. എനിക്കിപ്പോൾ നേരം ഉണ്ടായിരുന്നില്ല, ഇത് മുമ്പ് പുരട്ടി വെക്കായിരുന്നു. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കായിരുന്നിട്ടേ ടൈം പോയി. വേണ്ട, ഇപ്പോൾ വെറുതെ തിളപ്പിച്ച് തിന്നാലും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും മല്ലിയും കൂടി അരച്ചത്. നല്ല ടേസ്റ്റായിരിക്കും ഈ കറി. ഞാൻ അവസാനം തേങ്ങാപ്പാൽ പിഴിയും ഇതിൽ. ഇവിടെ വെള്ളം വെച്ചത്. തേങ്ങാപ്പാൽ ഇത് നല്ല
വന്നിട്ടില്ല. അവസാനം തേങ്ങാപ്പാൽ പിടിക്കുക. ഒറ്റയടിക്ക് ഞങ്ങൾ വയ്ക്കും. താളിപ്പൊക്കെ അവസാനം. ഇപ്പോൾ 1 പാലെടുത്താണ് കേട്ടോ. നല്ല അരച്ചെടുത്തിട്ടുണ്ട് പാല്. കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ 2-ാം പാലെടുക്കാം. ഇതിൽ വലിയ ഒന്നും ഉണ്ടാവില്ല. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ 3-ാം പാല് വരിക. നോക്കട്ടെ ആവശ്യമുണ്ടോ. കറി സെറ്റ് ചെയ്തിട്ട് നോക്കണം. ഇതിങ്ങനെ പാലായതുകൊണ്ട് പെട്ടെന്ന് കുറുകും. കുറച്ച് ലൂസിൽ വെച്ചാൽ നല്ലത് തന്നെയാണ്. ഉപ്പൊക്കെ നോക്കാം നമുക്ക്. തുള്ളി ഉപ്പ്. എല്ലാം കറക്റ്റാണ് കേട്ടോ. എല്ലാ ഉള്ളിയും ഇഞ്ചൊക്കെ ഇങ്ങനെ ഞരടിയിട്ട് ഇട്ടപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ആ ചാറിലേക്ക് ഇറങ്ങി. അതിന് വേണ്ടിയിട്ട് അത് ഞരടണം. അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം. കറണ്ടുണ്ടോ? അത് ഞരടണതാണ് മെയിൻ കറിക്ക് രസം കിട്ടുക കേട്ടോ. എൻ്റെ കൈ കോച്ചി പോകും. ഇനി അവസാനം നമുക്കിതിൽ കറിവേപ്പില ഉള്ളിയും കൂടിയിട്ട് താളിച്ച് ഇടണം. കറി നല്ല കണ്ട് തിളച്ച് അത് വേവും. മീനാണല്ലോ പെട്ടെന്ന് വേവും. കൈ കണ്ട ഇങ്ങനെ പോകണം കോച്ചിട്ട്. ഇതൊരു രോഗം. ന്യൂറോബിൻ വാങ്ങി കഴിക്കാൻ പറഞ്ഞു. അയ്യോ കൈ വേച്ചിട്ട് പോയി. ഇതാണ് ഒരു പണി. ഇത് നെഞ്ചിൽ മസിലും കയറുണ്ട്. കൈ കോച്ചി പോകുന്നുണ്ട്. ഇതുകൊണ്ടാണ് എനിക്ക് ഒരു പണിയും കറക്റ്റായി ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കറി ഉണ്ടല്ലോ ഇവിടെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച കിങ് ഫിഷ്. നമുക്കിനി ഇത് താളിക്കാം. ഉള്ളിയും കറിവേപ്പിലും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് താളിക്കാം. കാണാണ്ടൊന്നും അറിയില്ല. ഇങ്ങനെ ഒഴിച്ചിട്ട് കാണിച്ചാൽ കണ്ടോ ഉള്ളി ചുവന്നുള്ളി. അപ്പോൾ അതൊരു കളറ് ഇങ്ങനെ വെളുത്തിട്ടിരിക്കില്ല തേങ്ങാപ്പാൽ. അപ്പോൾ അതൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കാശ്മീരി കറിവേപ്പില, കുറച്ച് മുളക് പൊടി ഇതിൻ്റെ ഒപ്പം മുപ്പിച്ച് വയ്ക്കും.
അല്ല, ഇതാണ് ഞങ്ങളുടെ തൃശ്ശൂർ മീൻ കറി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓഫ് ചെയ്യണം ഈശോയെ. ഇത് മണം പോവാണ്ട് അല്ല, ഒന്നുകൂടെ ഉടഞ്ഞിട്ടില്ല മീൻ. ഇത് കുറച്ച് നേരം മൂടി വയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ മീൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മൂടി വെച്ചെന്ന് മാത്രം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ കറി വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.